നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിമുടി മാറ്റവുമായി ജയിലുകൾ ഒരുങ്ങുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ ഗോവിന്ദചാമി എന്ന ചാർലി ചാടിപ്പോയ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പ് തല പരിശോധനകളും നടക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് പ്രത്യേകമായ സമഗ്ര അന്വേഷണം നടക്കുന്നത്. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. കണ്ണൂരിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് പ്രത്യേക അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി K ബിജു, ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ, ഇന്റലിജൻസ് അഡീഷണൽ DGP P വിജയൻ എന്നിവരാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത് അത്യന്തം ഗൗരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമായ സംഭവമാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നും തീരുമാനമെടുത്തു. സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജൻസ് CCTV 4 പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും. ഇതിനുള്ള നടപടി അടിയന്തരമായി തുടങ്ങും. ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് കണക്കിലെടുത്ത് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും. ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകളിൽ പലരെയും ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിക്കുന്നത്. ഇത്തരക്കാർക്ക് അന്തർ സംസ്ഥാന ജയിൽ മാറ്റം കൂടി ആലോചിക്കും. ജയിലുകളിൽ ഇപ്പോൾ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമുണ്ട്. ഇത് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ജയിലിനകത്ത് തടവുകാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കും. താങ്ങാനാവുന്നതിൽ കൂടുതൽ തടവുകാർ ജയിലിലുള്ള സാഹചര്യത്തിൽ പുതിയ ഒരു സെൻട്രൽ ജയിൽ ആരംഭിക്കും. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും യോഗം തീരുമാനമെടുത്തു. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ അതിവേഗം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് പ്രത്യേക അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത് അത്യന്തം ഗൗരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമായ സംഭവമാണെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് അടക്കമുള്ള ഉന്നത വകുപ്പ് മേധാവികളെല്ലാം തന്നെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിനനുസരിച്ച് മാറ്റം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നത് അത്യന്തം ഗൗരവമുള്ളതാണെന്നും വിശദമായ പരിശോധന നടത്തിയ നടപടി സ്വീകരിക്കേണ്ടതുമായ സംഭവമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അടുത്ത 3 മാസത്തിനകമാണ് എല്ലാ ജയിലുകളിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കർശനമായി തന്നെ കൊണ്ടുവരാൻ പോലീസ് വകുപ്പ് മേധാവികൾക്കെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ ജയിലുകൾ വേണ്ടി വന്നാൽ സ്ഥാപിക്കാനുള്ള നീക്കവും നടത്താമെന്നും മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതീവ കൊടും ക്രിമിനലുകൾ പല ജയിലുകളിലായിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്തായാലും മറ്റുള്ള കുറ്റവാളികൾക്ക് കൂടി ജയിൽ ചാട്ടത്തിനുള്ള ഒരു പ്രചോദനമാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇനി സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനടക്കം അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും അതിനെ മാറ്റാനായിട്ട് വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതൊക്കെ വളരെ വേഗത്തിൽ സ്ഥാപിച്ചാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ കൊടും കുറ്റവാളികൾ ജയിലിൽ നിന്ന് ചാടുന്ന രീതി തുടർന്നുകൊണ്ടേയിരിക്കും. അത് പോലീസ് മേധാവികൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഈ ഒരു സംഭവം വന്നപ്പോൾ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, പല ജയിലധികൃതർ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നവർക്ക് മാറ്റം 5 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാറ്റം നൽകാനും മുഖ്യമന്ത്രി ഇപ്പോൾ ചേർന്ന യോഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പല ജയിലുകളിലായിട്ട് കൊടും ക്രിമിനലുകളാണ് ഇപ്പോഴും ഉള്ളത്. പലപ്പോഴും പല സംഭവങ്ങളും ജയിലിനുള്ളിൽ നടക്കുന്നതടക്കം പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ ഇന്ന് ഗോവിന്ദചാമി അടക്കം നൽകിയിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്, വേണ്ടി വന്നാൽ കഞ്ചാവും അതുപോലെ തന്നെ മദ്യമൊക്കെ തന്നെ സെല്ലിൽ എത്തിക്കാനുള്ള എല്ലാ നടപടികളും അല്ലെങ്കിൽ എല്ലാ കാര്യവും അവിടെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയേറെ സുരക്ഷയുള്ള അല്ലെങ്കിൽ ഇത്രയേറെ പോലീസ് ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്ന ജയിലിൽ അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ കഞ്ചാവും മദ്യമൊക്കെ എങ്ങനെയാണ് ഈ ക്രിമിനലുകളുടെ സെല്ലിൽ എത്തുന്നത്? അത് കൃത്യമായിട്ടൊരു ഉത്തരം ലഭിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുള്ളിൽ കിടക്കുന്ന ഒരു പ്രതി തന്നെയാണ് ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതും അല്ലെങ്കിൽ
അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാരണങ്ങൾ തെളിയിക്കേണ്ടതും അനിവാര്യമാണ്. ഏതായാലും നീക്കങ്ങൾ പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നടത്താനായിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ പോലീസ് വകുപ്പ് മേധാവികൾ ശ്രമിക്കുമെന്ന് തന്നെ നമുക്കും വിചാരിക്കാം. ഏതായാലും ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ വളരെ വേഗത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഗോവിന്ദചാമി ചാടിയ ജയിലിലാണെങ്കിൽ 140ഓളം CCTV ക്യാമറകളാണ് എന്നാണ് പറയുന്നത്. അതിൽ എത്രണ്ണം പ്രവർത്തനരഹിതമാണ്? എന്തുകൊണ്ട് ഈ CCTV നിരീക്ഷണ മുറികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ലേ? അവർ അത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നില്ലേ? തുടങ്ങിയതൊക്കെ ഒരു ചോദ്യമാണ്, ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. മാത്രമല്ല പ്രതികളെയും കർശനമായി തന്നെ നിരീക്ഷിക്കണം. പ്രത്യേകിച്ച് കൊടും ക്രിമിനലുകളായിട്ട് ജയിലുകളിൽ കഴിയുന്ന ഇത്തരത്തിൽ ഗോവിന്ദചാമിയെ പോലുള്ള ക്രിമിനലുകളെ കൃത്യമായി തന്നെ നിരീക്ഷിക്കേണ്ടതും അനിവാര്യമാണ്. അവരിൽ ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ പരിശോധിക്കണം. കാരണം ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ഗോവിന്ദചാമി ശാന്ത സ്വഭാവമായിട്ട് കാണപ്പെടുന്നു എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് തയ്യാറാക്കുകയാണ്. ഒരു പ്രശ്നം അതിനിടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെല്ലിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥർ കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ താൻ മുറിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്പികൾ അത് കാണാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് ഗോവിന്ദചാമി ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ ശാന്ത സ്വഭാവമായിട്ട് കാണപ്പെട്ടു എന്ന് പറയുന്നത്. മാത്രമല്ല ഭക്ഷണ ക്രമീകരണവും ഗോവിന്ദചാമി നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതും ആരും ശ്രദ്ധിച്ചില്ല. ചോറ് കുറച്ച് ചപ്പാത്തി മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് ഗോവിന്ദചാമി കഴിച്ചിരുന്നത്. അത് തൻ്റെ ശരീരഭാരം നിയന്ത്രിക്കാനും അതുവഴി ഈ ഇരുമ്പഴിക്കുള്ളിലൂടെ വളരെ വേഗത്തിൽ കടക്കാനും ഇത്രയും ഉയരത്തിലുള്ള മതിൽ എടുത്തു ചാടാനുള്ള ഒരു നീക്കമായിരുന്നു തൻ്റെ ശരീരഭാരം അടക്കം കുറച്ചത്. മാത്രമല്ല താടിയൊക്കെ തന്നെ നീട്ടി വളർത്തിയിട്ടുണ്ട്. മുൻപ് ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഗോവിന്ദചാമിയെ അല്ല ഇപ്പോൾ പിടികൂടുമ്പോൾ ഒരു രൂപം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ഗോവിന്ദചാമി തന്നെയാണോ എന്നുള്ളത്. കാരണം അടിമുടി രൂപമാറ്റം തന്നെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാനും വളരെ വേഗത്തിൽ രക്ഷപ്പെടുന്നതിനുള്ള ഒരു സൗകര്യമായി കണ്ടുകൊണ്ടാണ് ഈ നീക്കങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു മുന്നൊരുക്കങ്ങൾ അതും പോലീസുകാരുടെ കൺമുൻപിൽ വെച്ചുകൊണ്ട് താൻ നടത്തിയത്. ഇതൊന്നും തിരിച്ചറിയാനായിട്ട് ഈ നമ്മുടെ പോലീസിന് സാധിച്ചില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. പൊതുജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടവരാണ് പോലീസ്. അവരെ വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വളരെ സമാധാനത്തോടു കൂടി ഉറങ്ങുന്നതും അല്ലെങ്കിൽ റോഡുകളിൽ ഇറങ്ങി നടക്കുന്നതൊക്കെ തന്നെ. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുന്നത് അങ്ങേയറ്റം അനാസ്ഥ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കേണ്ടിയിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ജയിലിൽ ഈ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഇവരുടെയൊക്കെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള രീതികളിലും മാറ്റം വരേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നാളെ ഇതുപോലെ കൊടും കുറ്റവാളികൾ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ ഈസിയായി തന്നെ നമ്മുടെ ജയിലുകളിൽ നിന്നൊക്കെ ചാടി നാട്ടിൽ വിലസി നടക്കും. ഇപ്പോൾ ഗോവിന്ദചാമിയാണെങ്കിലും ഒരു ചെറുതായിട്ടൊരു പഴുത് കിട്ടിയതുകൊണ്ട് മാത്രമാണ് പോലീസിനെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ നാട്ടുകാരടക്കം ജാഗരൂകരായി ഇരുന്നത് കൊണ്ടാണ് പിടിക്കാനായിട്ട് സാധിച്ചിരുന്നത്. ഒരു പക്ഷേ കണ്ണൂർ ജില്ല വിടുവാണെങ്കിൽ തന്നെ ഇതൊന്നും കാര്യം അത്ര എളുപ്പമാകില്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുക അതുമായിരിക്കില്ല. അത് അങ്ങേയറ്റം നമ്മുടെ നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് സേനയ്ക്ക് അത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഏതായാലും കാര്യങ്ങൾ അത്രത്തോളം വഷളായില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. അതിനുള്ള എല്ലാ നീക്കങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ ആഭ്യന്തര വകുപ്പൊക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.